Greetings to all of you from Austin CFC. Austin CFCയിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വാഴ്ത്തുകൾ, വന്ദനങ്ങൾ. I also wanted to thank you all for praying for my dad's. I know he was sick for 9 months and he passed away last week. And I know many of you prayed and supported through so many ways. And I just wanted to say thank you for all that. എൻ്റെ പിതാവ് 9 മാസമായിട്ട് സുഖമില്ലാതിരിക്കുകയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ എൻ്റെ പിതാവിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾ പല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുകയും ചെയ്തു. അതിനായിട്ട് ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു. And I'm very delighted to be here with seeing you all of you in person after, I think last time I came was 3 years ago. I was able to join through Zoom a couple of times, but this is so, I'm so thankful to God for this opportunity to see you all in person. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ മീറ്റിംഗിൽ പങ്കെടുത്തു. പക്ഷെ അന്ന് സൂമിലായിരുന്നു മീറ്റിംഗിൽ പങ്കെടുത്തത്. പക്ഷെ ഇന്ന് നേരിട്ട് നിങ്ങളെ എല്ലാം കണ്ട് ഒന്നിച്ച് നമുക്ക് കൂട്ടായ്മയിൽ ആയിരിക്കാനായിട്ട് കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. So what I wanted to share today is 3 questions that shaped my life. So 3 questions that different stages of my life that tipped me into 3 different phases of my life. That's what I wanted to share today. ഇന്ന് നിങ്ങളോടൊപ്പം എനിക്ക് പങ്കുവയ്ക്കാനായിട്ട് താല്പര്യമുള്ളത് എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയ 3 ചോദ്യങ്ങൾ. എൻ്റെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ എന്നോട് ദൈവം ഇടപെടുകയും ഒരു പുതിയ തലത്തിലേക്ക് എൻ്റെ ജീവിതത്തെ മാറ്റുകയും ചെയ്ത 3 ചോദ്യങ്ങൾ. So as many of you know that I grew up here in Nindur, which is a village close by here, and I went to USA when I was 20 years old in 1988. 1988 20 വയസ്സുള്ളപ്പോൾ ഇവിടെ അടുത്തുള്ള നീണ്ടൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് അമേരിക്കയിൽ ഞാൻ പോയതാണ്. So my spiritual state at that time was I was not a born again believer. I had no clue about what is being born again. At the same time I was not an atheist also. ആ സമയത്ത് എനിക്ക് വീണ്ടും ജനിക്കുക, രക്ഷിക്കപ്പെടുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഒരു നിരീശ്വരവാദിയും അല്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ അവിടെ അമേരിക്കയിലേക്ക് പോകുന്നത്. I did fear God in the sense that according to the Romans 1:20, I didn't know what is book of Romans that time, but according to Romans 1:20 it says that God has made it clear for everyone that it's very hard for anyone to deny the existence of God. So I knew deep in my heart there has to be a God. എൻ്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഒരു ദൈവം ഉണ്ടാകും എന്നുള്ള കാര്യം റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ദൈവത്തിന്റെ അസ്തിത്വത്തെ ആർക്കും ചോദ്യം ചെയ്യുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ദൈവം ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നില്ല. And whenever I sinned, I knew that something is wrong. There was a guilt in my heart. So I knew that in order for the right and wrong to exist, there has to be someone higher than us out there. എനിക്ക് പാപം എന്തെങ്കിലും ചെയ്യുമ്പോൾ, തെറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു കുറ്റബോധം തോന്നുമായിരുന്നു. അതുകൊണ്ട് എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ബോധ്യം തരുന്ന ഒരു ദൈവം എവിടെയോ മുകളിൽ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത എന്നെ ഭരിച്ചിരുന്നു. But at the same time, I was not very keen on finding out what is that God, what he has to do with me and things like that. എന്നാൽ ഈ ദൈവം ആരാണെന്നോ, ഈ ദൈവവും എന്നോട് എന്തെങ്കിലും ദൈവത്തിന് പറയാനുണ്ടോ എന്നൊന്നും ആ ദൈവത്തെ കണ്ടുപിടിക്കാനോ അന്വേഷിക്കാനോ എനിക്ക് ഒരു താല്പര്യം അന്ന് തോന്നിയിരുന്നില്ല. I grew up as a Cananite Catholic. Some of you probably heard about a group of people here, very rigid, fundamental Cananite Catholic folks. That's the religious background I have. എൻ്റെ ഒരു മതപരമായ പശ്ചാത്തലം എന്ന് പറയുന്നത് ചില വളരെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു കനാനായ കത്തോലിക്ക പാരമ്പര്യത്തിൽ നിന്നാണ് ഞാൻ വന്നത്. We had a Bible at home and my mother made us read that Bible and we had the candle light. So I remember reading it just to satisfy my mother, but I never cared what is actually I'm reading. വീട്ടിലൊരു വേദപുസ്തകം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് വേദപുസ്തകം ഒരു മെഴുകുതിരി വെളിച്ചത്തിന്റെ മുമ്പിൽ അമ്മ ചിലപ്പോൾ വായിക്കാനായിട്ട് പറയും. അപ്പോൾ അമ്മയെ തൃപ്തിപ്പെടുത്താനായിട്ട് എന്തെങ്കിലും ഒരു താളുകളിലൂടെ ഞാൻ കണ്ണോടിച്ച് പോകും എന്നല്ലാതെ അത് മനസ്സിലാക്കുവാനോ വായിക്കുവാനോ എനിക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. So that's the background that I left here and went to USA and my uncle was there in New York, so I ended up being in New York in 1988.
1988 ഞാൻ ഇവിടെ നിന്ന് പോയത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. എൻ്റെ അമ്മാവൻ, എൻ്റെ അങ്കിൾ ന്യൂയോർക്കിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ ന്യൂയോർക്കിൽ പോയി, അവിടെയാണ് ഞാൻ താമസിച്ചത്. So right there in New York, we had a Nanaya Catholic group there, and I became the youth leader for that, and I was very involved in that group that as a youth leader there. ഞാൻ അവിടെ ഇങ്ങനെ ഒരു ആ ഒരു നാനായ കത്തോലിക്കിന്റെ ഒരു ചെറുപ്പക്കാരുടെ ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ ഞാൻ ചേരുകയും അന്ന് അവിടെ അതിന്റെ ഒരു ലീഡറായിട്ട് ഞാൻ അങ്ങനെ അവിടെ പ്രവർത്തിച്ചുകൊണ്ട് പോയി. So I was going to school full time, and also I started working for the US Postal Service there, and there, the first time in my life, one of the brothers, and I put his picture, his name is Solomon. He was also working with me, and he's the first one who brought the gospel to me. ഞാൻ അവിടെ അമേരിക്കയിലെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം ഞാൻ അവിടെ കോളേജിൽ പഠിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെ സഹപ്രവർത്തകനായിരുന്ന സോളമൻ എന്ന് പറയുന്ന താടിയുള്ള അവിടെ ചിത്രത്തിൽ കാണുന്ന ആ വ്യക്തിയാണ് എന്നോട് ആദ്യം സുവിശേഷം പങ്കുവച്ചത്. So Solomon asked me, as he was introducing the gospel to me, and I was asking a lot of questions, something like, why would Jesus come back? And so I had a lot of questions to him, right? So that's the first time he asked me this question. This is the first question that shook me to the core. The question was, Solomon asked me this question, haven't you read the Bible? ഈ സോളമൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യം, ഞാൻ അവിടെ ആയിരുന്നപ്പോൾ അദ്ദേഹം സുവിശേഷം എന്നോട് പങ്കുവച്ച ശേഷം അദ്ദേഹം എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, നീ ദൈവവചനം ബൈബിൾ നീ വായിച്ചിട്ടില്ലേ? ഇത് എന്നെ ഒന്ന് കുലുക്കി ഈ ചോദ്യം. So I could say, yeah, I read the Bible, we have a Bible, but I knew that I never read the Bible to know what is in it. For my own sake, like what God is saying to me, I never read the Bible like that. ഞാൻ എൻ്റെ വീട്ടിലൊരു ബൈബിൾ ഉണ്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ട്, അമ്മ പറഞ്ഞതുകൊണ്ട്. പക്ഷേ ഈ ബൈബിളിലൂടെ ദൈവത്തിന് എന്നോട് എന്ത് സംസാരിക്കാനുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഒരിക്കലും വേദപുസ്തകം വായിച്ചിരുന്നില്ല. So that prompted me that I wanted to know, after all, this is the basis of our faith, but I didn't know what in it. So I started reading the Bible. അങ്ങനെ ആ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ ദൈവവചനം വായിക്കാനായിട്ട് തുടങ്ങി. So that as I started reading the book of Romans, I realized that I needed to have a personal relationship with Jesus Christ. ഞാൻ റോമാലേഖനം വായിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, എനിക്ക് യേശുക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം അത് ആവശ്യമാണ്. I had a very good testimony in the community that I was in, that everybody thought that I'm a good boy because I always behaved well outside. ഞാൻ ബാഹ്യമായിട്ട് നന്നായിട്ട് പെരുമാറിയിരുന്നത് കൊണ്ട് എൻ്റെ ചുറ്റിനുമുണ്ടായിരുന്ന ആളുകൾ, ഞാൻ ആയിരുന്ന ആ സമൂഹത്തിൽ ഞാൻ നല്ല ഒരു ചെറുപ്പക്കാരനാണ് എന്നാണ് അവർ ധരിച്ചിരുന്നത്. കാര്യം എൻ്റെ പുറമെ അവരങ്ങനെയാണ് കണ്ടത്. So I always thought, because everyone say good thing about me, that if there is a heaven out there, I would be the first one who goes there. മറ്റുള്ളവരെല്ലാം എന്നെ കുറിച്ച് ഇങ്ങനെ നല്ലത് പറയുന്നത് കൊണ്ട് അവിടെ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ ആദ്യം പോകുന്ന കൂട്ടത്തിൽ ഒരാള് ഞാനായിരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത്. But deep inside of me, I knew the wickedness that is happening inside of me, but none of you, like nobody else knew what is happening there. എന്നാൽ ആഴത്തിൽ എൻ്റെ ഉള്ളിലുള്ള, എൻ്റെ ഹൃദയത്തിലുള്ള ആ മാലിന്യങ്ങൾ, അശുദ്ധി, അതിനെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അത് മറ്റുള്ള ആർക്കും അറിയില്ലായിരുന്നെങ്കിലും അത് എനിക്ക് ആഴമായിട്ട് അറിയാമായിരുന്നു. So I always suppressed that with if I always comforted myself, since everyone say good things about me, I will definitely go to heaven. മറ്റുള്ളവരെല്ലാം എന്നെ കുറിച്ച് നല്ലത് പറയുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ തീർച്ചയായിട്ടും സ്വർഗത്തിൽ പോകും എന്നുള്ള ഒരു മിഥ്യാധാരണയിലായിരുന്നു. As I was reading Romans chapter 3, it says something that, human throat is like the graveyard and all have sinned and fall short of the glory of God. I started trembling down, that I was wondering how in the world this book figured out what is in my heart. That this book didn't tell me anything that I didn't know. It told me exactly what I knew, but it exposed me. ഈ വചനം വായിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ റോമാലേഖനം 3-ാം അധ്യായത്തിലൊക്കെ നാം കാണുന്നത് പോലെ അവിടെ എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവൻ ഇല്ല, ഒരുത്തൻ പോലും ഇല്ല, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. ഇതൊക്കെ പറയുമ്പോൾ
ഇതെങ്ങനെയാണ് ഈ ദൈവവചനത്തിന് എന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എങ്ങനെ മനസ്സിലായി? അതാണല്ലോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായി. So I was in a tug of war for the next 6 months to 1 year. I clearly understood what I need to do, that I have to surrender my life to Christ, that I have to, according to Romans 10:9, it says, if you confess with your mouth that Jesus is Lord, if you believe in your heart that God raised him from the dead, you will be saved. So I knew exactly what I need to do in order to be saved. തുടർന്ന് അടുത്ത ഒരു 6 മാസം 1 വർഷത്തിനുള്ളിൽ എന്റെ ഹൃദയത്തിൽ ഈ തരത്തിൽ ദൈവം ഇടപെടുവാനായിട്ട് തുടങ്ങി. ഇത് സത്യമാണ്, ഈ വചനത്തോട് ഞാൻ പ്രതികരിച്ച് എന്റെ ജീവിതത്തെ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കണം. ദൈവവചനത്തിൽ പറയുന്നല്ലോ, യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്നുള്ള വചനത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ ആ രീതിയിൽ യേശുവിനെ വ്യക്തിപരമായിട്ട് കർത്താവായും രക്ഷകനുമായിട്ട് സ്വീകരിക്കണം എന്നുള്ള കാര്യം എനിക്ക് ബോധ്യമായി. But I also was very scared because I knew if I do that, none of our family members are believers, and I knew if I had made that decision, I would have to face a lot of consequences. Like my uncle who brought me will be very angry, and my parents and my relatives, everybody will be very sad, and I know persecution will come. എന്നാൽ എനിക്ക് അറിയാമായിരുന്നു, ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എന്നെ അവിടെ കൊണ്ടുവന്ന എൻ്റെ അങ്കിൾ, അതുപോലെ എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ബന്ധുക്കൾ, അവർക്കെല്ലാം അത് ഇഷ്ടപ്പെടുകയില്ല. അവരെല്ലാം അതിനെതിരെ അവരെന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പീഡിപ്പിക്കും എന്ന് എനിക്കറിയാമായിരുന്നു. So at some point in my life, I remember after about like 6 months to 1 year, I was in my apartment. I came to the end of my life in terms of like, I don't want to play any games with God, that I want to give my life to Christ. I want Christ to be my Lord. So I gave my life to Christ. But nobody was with me. I just knelt down and I prayed for Jesus to come to my heart. അങ്ങനെ ഏകദേശം 1 വർഷത്തിനുള്ളിൽ ഉള്ള ഒരു സമയത്ത് ദൈവം എൻ്റെ ഹൃദയത്തോട് ഇടപെടുകയും അങ്ങ് മറ്റാരും ഇല്ലാതെ ഒരു സമയം ഞാൻ എൻ്റെ റൂമിൽ തനിയെ ആയിരുന്ന സമയത്ത് ഞാൻ മുട്ടുകുത്തി ദൈവത്തിന്റെ അടുത്ത്, കർത്താവേ, ഞാൻ അങ്ങ് എനിക്ക് വേണം, അങ്ങില്ലാതെ എനിക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുകയില്ല എന്നുള്ള ഒരു ബോധ്യത്തിൽ യേശുവിനെ കർത്താവായിട്ട്, യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച് രക്ഷകനും നാഥനുമായിട്ട് യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ അംഗീകരിച്ചു. So that's the day, according to 2 Corinthians 5:17. I think we all know that verse, right? If anyone is in Christ, he's a new creation. The old has gone. That has become a reality in my life. I had an external label called Cananai Catholics given to me by my parents, but now because of what the Lord has done in my heart, I have an internal label now that I'm a child of God. എനിക്ക് നേരത്തെ എൻ്റെ മതപരമായ ഒരു ലേബൽ എനിക്ക് ഉണ്ടായിരുന്നു എങ്കിൽ, എന്നാൽ ഇപ്പോൾ ഈ തരത്തിലുള്ള ഒരു രക്ഷ എനിക്കുണ്ടായപ്പോൾ എനിക്ക് ആന്തരികമായിട്ട് ഞാനൊരു പുതിയ സൃഷ്ടിയാണ് എന്നുള്ള ഒരു പുതിയ ലേബൽ എനിക്കുണ്ടായി. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇത് പുതുതായി തീർന്നിരിക്കുന്നു. അങ്ങനെ ഒരു പുതുതാക്കുന്ന അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. So that was the beginning of a new phase of my life. I'm a child of God now, and of course there's a lot of persecution, a lot of because I was the first one from that family, so there was so many persecutions there. But in the midst of all that, the Lord gave me so much peace. ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ രക്ഷയിലേക്ക് വന്നതുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ബന്ധപ്പെട്ട ബന്ധുക്കളുമൊക്കെ പലതരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിന്റെ മധ്യത്തിൽ എനിക്ക് ദൈവം വലിയ സമാധാനം നൽകി. So for me, the biggest thing at that time was like, God has forgiven my sins. So my sins are forgiven, and then I just wanted to share that with everyone. I used to go to the priest and you tell them, you don't have the truth. You have to believe this. ഇത് എനിക്ക് വളരെ ഉത്സാഹവും സന്തോഷവും എനിക്കുണ്ടാവുകയും ഞാൻ ഓടി നടന്ന് മറ്റുള്ളവരോട് ഈ കാര്യം എനിക്ക് പങ്കുവെക്കണം. എൻ്റെ കൂട്ടുകാര്, എൻ്റെ സഭയിലുള്ള പുരോഹിതൻ, അവരോടൊക്കെ ചെന്ന് നിങ്ങൾക്ക് ഈ സത്യം അറിയില്ല, ഇതാണ് സത്യം, ദൈവം എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു എന്നുള്ള കാര്യം ഞാൻ ഉത്സാഹത്തോടെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമായിരുന്നു. So when you read John 10:10, it says that thieves come to steal, kill and destroy, but I have come so that you can have life in abundance. So for me, abundant life was all about forgiveness of sin. That's it. That's the end of Christian life. മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്ന് യോഹന്നാൻ 10:10 പറയുന്നത് പോലെ, എനിക്ക് സമൃദ്ധിയായ ജീവനെ കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, ആ സമയത്ത് ദൈവം എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു,
ആ മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്ന കാഴ്ചപ്പാട്. അത് മറ്റുള്ളവരോട് പറയണം. So victory over sin was something like, it's impossible to reach. In fact, what I heard about Brother Zach at that time was like, he's a heretic. He teaches some heresy. So I would not even pay attention to anything that brother said. I didn't know who was that, but somebody mentioned that he teaches some heresy. ഞാൻ ആ കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ സാക് പുനൻ എന്നൊരു പേര് ഞാൻ കേട്ടു. അദ്ദേഹം എന്തോ ദുരുപദേശം പഠിപ്പിക്കുന്ന ആളാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഈ പാപത്തിന്റെ മേൽ ജയം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു ബോധ്യവും കാഴ്ചപ്പാടും ഇല്ലായിരുന്നു. എന്റെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു, ഇപ്പോൾ ഞാനത് മറ്റുള്ളവരോട് പങ്കുവെക്കണം, ഈ ഒരു ബോധ്യം മാത്രമായിരുന്നു അന്ന് എനിക്കുണ്ടായിരുന്നു. And throughout this message I want to look at one illustration also. It's called check illustration. So some of the young people probably don't know what is a check is, like, we're talking about with the money, right? But I think many of you know, imagine that if a Gemini brother give me a check of, let's say, 1 lakh rupees, right? So when I get the check, so my stage was just like, I am so happy. My name is written in the check. It's Benoy James, paid to the order of Benoy James. So what my state of mind was like, running around and telling everyone, I got this check. ഞാനൊരു ചെക്കിന്റെ ബാങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ചെക്കിന്റെ ഉദാഹരണം ഞാൻ ഈ പറയുന്ന കൂട്ടത്തിൽ ഞാനത് പറഞ്ഞു പോകും. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പക്കാർക്കും ഒക്കെ മനസ്സിലാകാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പൊ ചെക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഉദാഹരണത്തിന് ജെമിനി ബ്രദർ എനിക്ക് 1 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് എഴുതി, ചെക്ക് ഒപ്പിട്ട് എനിക്ക് തന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ചെക്ക് നോക്കിയപ്പോൾ 1 ലക്ഷം രൂപയുടെ ചെക്ക് എനിക്ക് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഞാൻ ആ ചെക്കുമായിട്ട് ഓടി നടന്നു, ഇതാ എനിക്ക് 1 ലക്ഷം രൂപയുടെ ചെക്ക് കിട്ടിയിരിക്കുന്നു എന്ന് ഞാൻ മറ്റുള്ളവരോട് പങ്കുവെക്കും. So I will even tell them, like, you need to go to Gemini, he can give you a check also, like that. So my whole thing was about, I am forgiven. So you can also go to Jesus, you can be forgiven, which is good. അപ്പോ അത് അന്നത്തെ എന്റെ കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു. നിങ്ങൾക്കും പോകാം, ജെമിനിയുടെ അടുത്ത് ചെന്നാൽ നിങ്ങൾക്കും ഇതുപോലെ ഒരു ചെക്ക് കിട്ടും. നിങ്ങൾക്ക് യേശുവിന്റെ അടുത്ത് പോയാൽ നിങ്ങൾക്കും നിങ്ങളുടെ പാപം ക്ഷമിച്ചു എന്നുള്ള ആ ഒരു ലേബൽ, ആ ഒരു ചെക്ക് നിങ്ങൾക്കും കിട്ടും. നിങ്ങൾ പോകണം, അത് മറ്റുള്ളവരോട് പങ്കുവെക്കണം. ഇതായിരുന്നു എന്റെ കാഴ്ചപ്പാട്. Another example is the temple. If you look at the Old Testament temple, there were 3 parts to the temple: the outer court and the holy place and the most holy place. This was more like you are in the temple. You're in the outer court, but you're still in the temple. ഇത് പഴയ നിയമത്തിലുള്ള സമാഗമന കൂടാരത്തിന്റെ ഒരു ചിത്രം പോലെയാണ്. അവിടെ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. നിങ്ങൾ ആ ആലയത്തിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ ആലയത്തിലാണ്, പക്ഷെ നിങ്ങൾ ഇപ്പോഴും പ്രാകാരത്തിലാണ്, പുറത്താണ്. അവിടെയുള്ള ഒരു സന്തോഷത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. So years passed by and my spiritual state of mind at that time is just very happy that my sins are forgiven, but I am thoroughly defeated in my sins. Like by this time I got married, my 2 kids were born right after marriage, and so I was frustrated with my like I'm very young and like raising the children, like very angry at my wife, but that's all kind of normal for me. എന്നാൽ ആ സമയത്ത് അന്ന് എനിക്ക് വിവാഹിതനായി, എനിക്ക് എന്റെ കുടുംബമുണ്ട്, എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ 2 കൊച്ചു കുഞ്ഞുങ്ങൾ എനിക്കുണ്ടായി. അപ്പൊ ഞാൻ അവിടെ കുടുംബസ്ഥനായിട്ട് കുടുംബം നടത്തുന്ന സമയത്ത് എനിക്ക് വീട്ടിൽ എന്റെ ഭാര്യയോടുള്ള ദേഷ്യം, എന്റെ അസ്വസ്ഥത, ഇതെല്ലാം എന്നെ ഭരിക്കുന്നുണ്ട്. എന്നാലും അതൊന്നും ഒരു സാരമില്ല, പക്ഷെ എനിക്ക് എന്റെ പാപങ്ങൾ ക്ഷമിച്ചു, അത് മറ്റുള്ളവരോട് പങ്കുവെക്കണം. ഈ കാര്യത്തിലായിരുന്നു എന്റെ കാഴ്ചപ്പാട്, എന്റെ ഊന്നൽ. So by this time I met a few other folks who came out of the Benoy Catholic Church, and we didn't want to go to any traditional Pentecostal church there. The Malayali Pentecostal church was there in New York, but we wanted to form a church there. So with a few folks there, we started something called Asia Evangel Church there in New York. അന്ന് അവിടെ ഉണ്ടായിരുന്ന സാധാരണ ഒരു പെന്തക്കോസ്റ്റൽ സഭയിലേക്ക് പോകുവാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യം തോന്നിയില്ല. ഇതുപോലെ രക്ഷിക്കപ്പെട്ട് വന്ന മറ്റു ചില ആളുകൾ കൂടെ ചേർന്ന് അവിടെ ഒരു ഏഷ്യ ഇവാഞ്ചലിക്കൽ ചർച്ച് എന്ന് പറഞ്ഞ ഒരു ചർച്ച് ഞങ്ങൾ അവിടെ ന്യൂയോർക്കിൽ അങ്ങനെ ഒരു തുടക്കം അവിടെ ഉണ്ടായി. So this is the same time one of my friends, his name is Bobby, and he met Brother Zach somewhere, and he came to me and said, Benoy, you have to meet this person. Bobby was so taken up with Brother Zach's messages, and I told Bobby that that's the same guy who teaches the heresy. എന്റെ ഒരു സുഹൃത്ത് ബോബി എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് ആ സമയത്ത് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബിനോയ്, നീ ഈ സാക്ക് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ പ്രസംഗം നീ കേൾക്കണം, അത് വളരെ വളരെ നല്ലതാണ്, നീ അത് കേൾക്കണമെന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു, അത് അന്ന് പറഞ്ഞ ദുരുപദേശം പറയുന്ന ആളല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അതിനെ തള്ളിക്കളഞ്ഞു.
So Bobby invited Zach to our church in New York, and he brought Brother Zach to our church, and I was not there for the first meeting. അപ്പൊ ഈ ബോബി ആ ന്യൂയോർക്കിലുള്ള ഈ അവിടെ തുടങ്ങിയ ആ സഭയിൽ ഒരിക്കൽ ഈ സാക് ബ്രദറിനെ വിളിച്ച് അവിടെ കൊണ്ടുവന്നു. പക്ഷെ ആദ്യത്തെ ആ മീറ്റിംഗിൽ അന്ന് ഞാൻ അവിടെ ഇല്ലായിരുന്നു. I was actually here in Kerala. My second child Lydia was born here. My wife came here, and so I came to Kottayam to bring them back to US that time. ആ സമയത്ത് എൻ്റെ മകൾ ലിഡിയ പിറന്ന ഒരു സമയമായിരുന്നു. അവര് ഇവിടെ കേരളത്തിലായിരുന്നതുകൊണ്ട് ഞാൻ കേരളത്തിൽ അവരെ അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് ഞാൻ അന്ന് കേരളത്തിലായിരുന്ന ഒരു സമയമായിരുന്നു. So what I heard was that there was a question answer session after the meeting, and somebody asked a question, Brother Zach gave an answer, and the pastor in our church didn't like it, so there was some commotion there. അവിടെ അന്ന് സാക് ബ്രദർ അവിടെ മീറ്റിംഗിൽ വന്നു. അവിടെ കൂട്ടായ്മയിലുള്ള ആരോ ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യത്തിന് സാക് ബ്രദർ ഉത്തരം കൊടുത്തു. ആ കൊടുത്ത ഉത്തരം അവിടുത്തെ പാസ്റ്ററിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ അന്ന് ആ സഭയിൽ നടന്നു. So in my mind I confirmed that what I heard about this guy is this preacher is true. He's truly a heretic, because that's why all these problems there. അപ്പൊ അന്ന് ഞാനപ്പോ വിശ്വസിക്കുകയും ചെയ്തു, ശരിയാണ്, ഇദ്ദേഹം എന്തോ ദുരുപദേശക്കാരനാണ്, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്തു. So 1 year later, 1996, Bobby invited Zach again to our church. 1990 ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും ഈ ബോബി സഹോദരൻ ഈ ബ്രദറിനെ ഞങ്ങളുടെ സഭയിലേക്ക് വീണ്ടും വിളിച്ചു. So this time I met Brother Zach first time, and he had to stay in a place in order to go to somewhere else. I don't remember the exact context, but he ended up staying in my house that night. അന്ന് ഞാനന്ന് കാണുകയും അന്ന് അദ്ദേഹത്തിന് വേറെ എങ്ങോട്ടോ പോകുന്നതിന് മുമ്പ് കുറെ സമയമുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് അവിടെ എവിടെയോ നിൽക്കണമായിരുന്നു. അങ്ങനെ എന്റെ വീട്ടിലാണ് അന്ന് അദ്ദേഹം ഉണ്ടായിരുന്നു. കുറെ സമയം ഞങ്ങളോടൊപ്പം ചെലവഴിക്കുവാനിടയിൽ. So around 10 o'clock in the night, many of us, my wife, myself, and my sisters, and some of the young folks there, were just staying there, like in the living room. There's no meeting or anything. I was very curious. I wanted to ask Brother Zach, like, what type of heresy you teach? അപ്പൊ അന്ന് വീട്ടിലുണ്ടായിരുന്നപ്പോ ഞാനുണ്ട്, എന്റെ ഭാര്യയുണ്ട്, അതുപോലെ മറ്റു ചില ചെറുപ്പക്കാരുണ്ട്. അങ്ങനെയുള്ള കുറെ ആളുകൾ ഒന്നിച്ച് അവിടെ കൂടിയപ്പോ രാത്രി 10 മണി മുതൽ അങ്ങനെ ഒരു മീറ്റിംഗ് ഒന്നുമല്ല, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കും എന്റെ ഉള്ളിൽ എനിക്കൊരു ഉത്സാഹമായിരുന്നു. ചില ചോദ്യങ്ങൾ ചോദിക്കണം, എന്ത് ദുരുപദേശമാണ് താങ്കൾ പഠിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം എന്നൊക്കെ എന്റെ മനസ്സിലും ഉണ്ടായിരുന്നു. So Brother Zach spoke from Romans 6:14, which I think you all familiar with that verse. Romans 6:14 says, sin shall not have dominion over you. You're not under law, but you're under grace. അങ്ങനെ ആ സംസാരത്തിനിടെ സാക് ബ്രദർ റോമാലേഖനം 6:14 നിന്ന് നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല എന്നുള്ള ആ വാക്യത്തെ ആസ്പദമാക്കി കുറെ കാര്യങ്ങൾ സംസാരിച്ചു. So in my mind I am thinking like victory over sin, or like getting over angry, that is not possible. Like getting angry with my wife, that is a normal thing. Everyone does that. What is the big deal? That's the state of mind that I was in. എന്നാൽ എനിക്ക് അന്നുണ്ടായിരുന്ന എന്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭാര്യയോട് ദേഷ്യപ്പെടുക, കോപിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അത് സ്വാഭാവികമാണ്. അതിൽ നിന്ന് നമുക്ക് ഒരു ജയം ഉണ്ടാവുക എന്നൊന്നും പറയുന്നതൊന്നും സാധ്യമല്ല. അത് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലായിരുന്നു ഞാൻ ആയിരുന്നു. So this is the context where the second question came. This is a question from Brother Zach to me. Here's the question. So you probably heard this illustration. I put two pictures there because some of the young kids probably don't know what is that tape recorder. It's like CD player, right? So that's why I put like a phone, like an MP3 player or something like that. ഞാൻ രണ്ടാമത്തെ ചോദ്യം ഈ സാക് ബ്രദർ ആണ് എന്നോട് ചോദിച്ചത്. ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് നിങ്ങളുടെ ആ ചിത്രത്തിൽ അവിടെ നിങ്ങൾക്ക് ആദ്യത്തേത് ഒരു CD പ്ലെയർ ആണ്. CD പ്ലെയർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ അധികം അത് കണ്ടു കാണത്തില്ല. അതിനകത്ത് ഒരു CD അല്ലെങ്കിൽ ഒരു ടേപ്പ് അതിനകത്ത് ഇട്ടാൽ അത് സ്വിച്ച് ഓൺ ചെയ്താൽ അത് പ്ലേ ചെയ്യും. അതിനകത്തൊന്ന് പാട്ട് കേൾക്കാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന പോലെ ഇതൊരു മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോൺ ഒരു ഡിവൈസ് ആണ്. അതിനകത്ത് നിങ്ങൾക്ക് പ്രസ് ചെയ്താൽ അതിനകത്തൊന്ന് പാട്ട് കേൾക്കാം. അതിനുള്ള സൗകര്യമുള്ള. So Brother Zach asked this question to me. He said something like, Benoy, if you have a CD player, the post doesn't work, the play doesn't work, nothing works, would you put that in a gift wrap and give it to your neighbor? അപ്പൊ എന്നോട് അന്ന് അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ബിനോയ്, നിന്റെ കയ്യിൽ ഒരു CD പ്ലെയർ ഉണ്ട്. ആ CD പ്ലെയറിന്റെ പ്ലേ ബട്ടൺ പ്രവർത്തിക്കുന്നില്ല, അതിന്റെ സ്റ്റോപ്പ് ചെയ്യുന്ന പോസ് ബട്ടൺ പ്രവർത്തിക്കുന്നില്ല. ആ CD പ്ലെയർ മുഴുവൻ കേടാണ്. അങ്ങനെ കേടായിരിക്കുന്ന ഒരു CD പ്ലെയർ നീ ഒരു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് നിന്റെ ഒരു സുഹൃത്തിന് ഒരു സമ്മാനമായിട്ട് നീ കൊടുക്കുമോ?
I told Brother Zach emphatically, I said, no, I would never do that. അപ്പൊ ഞാൻ അപ്പൊ ഉടനെ മറുപടി പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. So his question was, next question was like, how would you give the gospel to others if the gospel doesn't work in your life? ഉടനെ അദ്ദേഹം എന്നോട് ചോദിച്ച അടുത്ത ചോദ്യം ഇതാണ്, ഈ സുവിശേഷം നിന്റെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നീ ആ സുവിശേഷം മറ്റുള്ളവർക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്? So this is the second question that shook me to the core, because I never thought like that. ഞാൻ ഒരിക്കലും ആ രീതിയിൽ ചിന്തിക്കാതിരുന്നത് കൊണ്ട് ഈ ചോദ്യം എന്നെ ശരിക്കും പിടിച്ച് കുലുക്കി. So this was the beginning of, and that, by the way, that meeting went up to like 4 a.m. that Brother Zach started telling us about. We were like, wow, we never heard about this side of the gospel. സുവിശേഷത്തിന്റെ ഈ ഒരു പകുതിയെ കുറിച്ച് ഞങ്ങൾ ഒരിക്കലും കേട്ടിരുന്നില്ല. അങ്ങനെ ആ ഞങ്ങളുടെ സംസാരം വെളുപ്പിന് 4 മണി വരെ, 10 മണിക്ക് തുടങ്ങി 4 മണി വരെ നീണ്ട് ഈ ഒരു വിജയകരമായ ജീവിതത്തെ കുറിച്ച് അദ്ദേഹം പല കാര്യങ്ങൾ പങ്കുവച്ചു. So that question took me to the next phase of my life, where the excitement factors were that now I know forgiveness of sin is just the half of it, right? There is something more than. ഇത് എന്റെ ജീവിതത്തിൽ ഒരു പുതിയ തലത്തിലേക്ക് എന്നെ നയിച്ചു. പാപക്ഷമ എന്ന് പറയുന്നത് അത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. പാപക്ഷമയ്ക്ക് അപ്പുറത്ത് ക്രിസ്തീയ ജീവിതത്തിൽ വീണ്ടും നാം മുമ്പോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായി. So the abundant life is so real, and God wants each one of us to experience the abundant life. That's what I learned from Brother Zach that day. ആ ദിവസം എനിക്ക് ഈ സഹോദരൻ സാക്കിൽ നിന്ന് ഞാൻ പഠിച്ചത്, സമൃദ്ധിയായ ജീവൻ എന്ന് പറയുന്നത് അതൊരു യാഥാർത്ഥ്യമാണ്. നാം ഓരോരുത്തരും ആ സമൃദ്ധിയായ ജീവൻ അത് നാം അനുഭവിക്കേണ്ടത് ആവശ്യമാണ്. So I started learning a lot of through that. That was the beginning of a relationship with Brother Zach. That I started listening to his teachings and reading, and I came to know a lot of new covenant truths. ആ സമയം മുതൽ ഞാൻ ഈ സാക്ക് ബ്രദറിനെ കേൾക്കാനും കൂടുതൽ വായിക്കാനും അങ്ങനെ ഈ പുതിയ നിയമത്തിന്റെ പല സത്യങ്ങളും എൻ്റെ ഹൃദയത്തിലേക്ക് അത് കടന്നു വരുവാനും ഇടയായി. So victory over sin, remember before I was thinking, oh, it's impossible. It's like, let's not even go there. But now I realize that victory over sin is something that real, and it is possible. നേരത്തെ പാപത്തിന്റെ മേലുള്ള ജയം എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും സാധ്യമായിട്ടുള്ള കാര്യമല്ല, അങ്ങോട്ടേക്ക് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട എന്നുള്ള ഒരു മനോഭാവത്തിൽ നിന്ന്, എന്നാൽ അത് നമുക്ക് വേണ്ടി ഉള്ളതാണ്, അത് എനിക്കും വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ഞാൻ മാറി. So remember the check illustration, right? Remember the first phase was like, Brother Gemini gave me the check, and that I'm very happy. I did even frame that check on the wall. So whenever people come to my home, I tell them, look at that check. ഞാൻ ആദ്യത്തെ ഒരു ചെക്കിന്റെ ഉദാഹരണം പറഞ്ഞതുപോലെ എനിക്ക് ആ ചെക്ക് കിട്ടിയപ്പോൾ വളരെ ഉത്സാഹമായിരുന്നു. ഞാൻ അത് മാത്രമല്ല, ഞാൻ ആ ചെക്ക് ഒന്ന് ഫ്രെയിം ചെയ്ത് ഞങ്ങളുടെ ചുമരിൽ തൂക്കിയിട്ട് ആളുകൾ വരുമ്പോൾ കാണിക്കും, കണ്ടോ, ഇതെനിക്ക് ജെമിനി തന്ന ചെക്കാണ്. അതായിരുന്നു എന്റെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ആദ്യ ഭാഗം. But you all know why Gemini gave me the check. He saw that I'm struggling. He wants me to cash that check and live with that money. ഞാൻ ബുദ്ധിമുട്ടുന്നു, ഞാൻ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു എന്ന് കണ്ട് എനിക്ക് ചെക്ക് തന്നത്, ഞാൻ ആ ചെക്ക് ബാങ്കിൽ കൊടുത്തതിന്റെ പൈസ വാങ്ങി ആ പൈസ ഉപയോഗിച്ച് ഞാൻ നന്നായിട്ട് ജീവിക്കണം എന്നതുകൊണ്ടാണ് എനിക്ക് ചെക്ക് തന്നത്. പക്ഷെ ഞാൻ ഇവിടെ ഫ്രെയിം ചെയ്ത് ആ ചെക്കിൽ സന്തോഷിക്കുകയാണ്. So in this phase, what I realized that was, okay, when he gave me the check, it's written in my name. That's great. It says Benoy James. Otherwise, I cannot even cash it. But it is written in my name. But not only that, in order to cash this, before I go to the bank, I have to do something. ഈ ചെക്ക് അത് എന്റെ പേരിലാണ് തന്നിരിക്കുന്നത്. എന്റെ പേരിൽ തന്നിരിക്കുന്ന ഈ ചെക്ക് ഞാൻ ബാങ്കിൽ കൊടുത്ത് അതിന്റെ പൈസ വാങ്ങണമെങ്കിൽ അതിനു മുമ്പ് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. So what is that? I think you all know, most of the adults know here, like, you have to endorse the check. You have to sign your name, right? Before you go to the bank, when you sign your name, what you're indirectly saying is, I have not seen this 1 lakh rupees, but I believe because Brother Gemini gave me this check, I know if I go to the bank, I will have that 1 lakh rupees. അപ്പോൾ ഈ ചെക്ക് ഞാൻ ബാങ്കിൽ കൊടുക്കുന്നതിന് മുമ്പ്, നിങ്ങൾക്ക് മുതിർന്നവർക്ക് അറിയാം, ബാങ്കിൽ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പേരെഴുതി നിങ്ങൾ അതിന്റെ പുറകിൽ ഒപ്പിട്ടിട്ടാണ് ബാങ്കിലേക്ക് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോ നിങ്ങൾ ആ ഒരു വിശ്വാസത്തിൽ, ഇത് എനിക്ക് എന്റെ പേരിൽ തന്നിരിക്കുന്ന ചെക്കാണ്, അതിൽ നിന്ന് എനിക്ക് പൈസ കിട്ടും എന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ അത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കണം, ഒപ്പിട്ട് കൊടുക്കണം. If a homeless person gave me a check of 1 lakh rupees, I wouldn't bother signing on it.
എനിക്ക് ഒരു റോഡിൽ തെരുവിൽ താമസിക്കുന്ന ഒരു വ്യക്തി 1,00,000 രൂപയുടെ ഒരു ചെക്ക് തന്നാൽ അതിന്റെ പുറകിൽ ഒപ്പിട്ട് ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുവാനായിട്ട് ഞാൻ മെനക്കെടുകയില്ല. So endorsing the check means that, in Christian life, that means that the promises of God are real, that even though I may not experience that today, living by faith means the first step of that is like, at least I know that it is God who promised it. Therefore, it is possible. ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഈ കാര്യം എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരും എന്നുള്ള ഒരു ബോധ്യമാണ് വിശ്വാസത്താൽ ഉള്ള ജീവിതം. ഈ ചെക്കിൽ എൻ്റെ പേരുണ്ട്, ഞാനത് ബാങ്കിൽ കൊണ്ട് കൊടുത്താൽ അത് എനിക്ക് ലഭിക്കും. Rather than just framing it and talking to everyone about this check, like the first and foremost thing for me is to like endorse the check by, I know that God promises and therefore I will get it. ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ലഭിക്കും എന്നുള്ള ഉറപ്പോടെ ഞാൻ ചെക്കിന്റെ പുറകിൽ ഒപ്പിട്ട് ഞാൻ അത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. And if you look at the temple illustration, remember I was still in the Gentile court, but now somebody told me, oh, there is something more than the Gentile court. There is something called holy place. So now I have advanced to the holy place. ഇപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ ആ ഒരു ആലയത്തിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ, നേരത്തെ പ്രാകാരത്തിലായിരുന്നു, പ്രാകാരത്തിൽ നിന്ന് ആ പുറത്തുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ ഇപ്പോ ഒരു വിശുദ്ധ സ്ഥലത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നു. So now this phase is where here is this is my state of mind now. That's the years pass by here. So now I'm very familiar with the new covenant truth. Before I had no clue about the new covenant truth. Now I am very familiar with the new covenant truth. ഇപ്പോൾ ഇങ്ങനെ കുറെ വർഷങ്ങൾ മുമ്പോട്ട് പോയപ്പോ എന്റെ അവസ്ഥ ഇങ്ങനെ മാറി. അതായത് ഇപ്പൊ എനിക്ക് പുതിയ നിയമ സത്യങ്ങളെ കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് അറിയാം. ഈ സത്യങ്ങളൊക്കെ വളരെ പരിചയമായി കഴിഞ്ഞിരിക്കുന്നു. വളരെ ഞാൻ കേട്ടു, എനിക്ക് എല്ലാം നന്നായിട്ട് അറിയാം. ഇപ്പോ I can debate with someone like a nominal Christian or like somebody who knows the Bible. I can debate with them and win the debate about the abundant life, but I was still not experiencing the abundant life. ഇപ്പോൾ എനിക്ക് ഈ സമൃദ്ധിയായ ജീവൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് മറ്റുള്ള ഒരു വ്യക്തിയോട് സംസാരിച്ച് ഒരു വാഗ്വാദത്തിൽ ഏർപ്പെട്ട് ആ ഒരു ചർച്ച അത് ജയിക്കാനായിട്ട് എനിക്ക് കഴിയും. പക്ഷെ എന്റെ ജീവിതത്തിൽ അത് അനുഭവമായിട്ട് വരുന്നതിലാണ് എനിക്ക് ഇപ്പൊ കുറവുള്ളത്. And also I realized that I was more eager to share the new covenant truth with others than this truth become life, truth become life in me. അതുപോലെ തന്നെ ഈ സത്യങ്ങൾ, ഈ പുതിയ നിയമ സത്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതിലായിരുന്നു ആ സത്യങ്ങൾ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നതിനേക്കാൾ കൂടുതൽ എന്റെ താല്പര്യം എന്നും ഞാൻ കണ്ടെത്തി. And this is the time the CFC church started in our home. This was in 2010. Brother Zach came for a conference to Austin, so I felt like the Lord is calling me to stand for a local church there. That was the beginning of Austin CFC. Austin CFC ഏകദേശം 2010 അവിടെ ഒരിക്കൽ ബ്രദർ വരികയും അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ കൂട്ടമായിട്ട് അങ്ങ് തുടങ്ങിയ ഒരു സമയം. So I knew that abundant life is so real, but for some reason I was not experiencing it. And then I was thinking it is because the people around me, they are preventing me from experiencing, for me to experience the abundant life. ഈ സമൃദ്ധിയായ ജീവൻ അത് സത്യമാണ്, എന്നാലും എന്റെ ജീവിതത്തിൽ അത് വേണ്ടുവണ്ണം അനുഭവേദ്യമാകുന്നില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചത് അതിന്റെ കാരണം എന്റെ ചുറ്റിനുമുള്ള ഈ ആളുകൾ അവര് ശരിയായ രീതിയിൽ എനിക്ക് ഇതങ്ങോട്ട് അനുഭവിക്കാനായിട്ട് എന്നെ അവർ സമ്മതിക്കുന്നില്ല എന്നൊരു ചിന്തയാണ് എന്റെ മനസ്സിനെ ഭരിച്ചത്. Or the circumstances that I am going through, and because of those tough circumstances that I'm not able to experience the abundant life. അപ്പൊ അന്ന് എന്റെ ജീവിതത്തിൽ ഈ സമൃദ്ധിയായ ജീവൻ ഇപ്പോൾ എനിക്ക് അനുഭവേദ്യമാകാത്തതിന്റെ കാരണം അതിന്റെ സാഹചര്യങ്ങളാണ്. ഈ സാഹചര്യങ്ങൾ, ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ, ഈ പ്രശ്നങ്ങൾ അത് കാരണമാണ് എന്നുള്ള ഒരു ചിന്ത എന്നെ ഭരിച്ചു. So I was so desperate and frustrated. I cried out to the Lord. I'm talking about literally crying out to the Lord. Lord, you have to change the people around me and circumstances so I can experience the abundant life. അന്ന് എന്നിട്ട് ഞാൻ വളരെ കണ്ണുനീരോടെ ഞാൻ ദൈവത്തോട് അന്ന് പ്രാർത്ഥിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ദൈവമേ, ഈ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരണം, അതുകൊണ്ട് ഈ ആളുകളെ, ഈ സാഹചര്യത്തെ അങ്ങ് മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ച ഒരു സമയം. So that is when the third question came. This is from the Lord.
അപ്പോഴാണ് എന്നോട് ദൈവം മൂന്നാമത്തെ ഒരു ചോദ്യം ചോദിച്ചത്. ഇത് ചോദ്യം ദൈവം തന്നെ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്. This is from Luke 14:26. I was just meditating on it. This is the condition of a disciple. Conditions for discipleship. ശിഷ്യത്വത്തിന്റെ ഒരു പടിയായിട്ട് ലൂക്കോസ് 14:26 ഉള്ള ഒരു കാര്യമാണ് ദൈവം എന്നോട് ഇടപെട്ടത്. ഞാനത് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ there it says that you must hate your wife, husband, children. All those are okay for me, but towards end it says something. അവിടെ അപ്പനെയും അമ്മയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും ഒക്കെ പകയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അതിനോട് ചേർന്ന് അതിന്റെ അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്. So you must hate yourself. സ്വന്തം ജീവനെ പകയ്ക്കണം. That was the question that the Lord was asking me here. Like, he showed me, this is like, I don't think this is a vivid picture or anything, but I knew that something like this. The Lord showed me a picture of me sitting on a throne. അന്ന് ഞാനത് വ്യക്തമായിട്ട് എനിക്ക് ഓർമ്മയില്ല, എന്നാലും അന്ന് എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിത്രം ഇതായിരുന്നു. ഞാൻ ഒരു സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ്. So he asked me, Benoy, you need to get off from that throne. അപ്പോൾ ദൈവം എന്നോട് എന്റെ ഹൃദയത്തിൽ ചോദിച്ചത്, ബിനോയ്, നീ എന്തിനാണ് ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നത്? നീ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വാ. So I was thinking this way, like when a king sits on the throne, everyone kind of serving him. Like imagine I'm the king sitting on the throne, like you all are serving me, you're bringing coffee to me, and the sugar level is like a little bit bad, then I have the right to become angry. ഞാൻ രാജാവാണ്, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു, അപ്പൊ നിങ്ങൾ എനിക്ക് കാപ്പി കൊണ്ടുവരുന്നു. കാപ്പി കൊണ്ടുവരുമ്പോ കാപ്പിയിൽ ഇച്ചിരി മധുരം കുറവാണെങ്കിൽ രാജാവിന് അവിടെ ദേഷ്യപ്പെടാം, ചോദിക്കാം. But a servant has no right to get angry. എന്നാൽ ഒരു ദാസന് ദേഷ്യപ്പെടാനുള്ള യാതൊരു സാധ്യതയുമില്ല. So the Lord was showing me clearly that my problem is not other people, not any circumstances. It is myself, because I am considering myself as a king. അപ്പോൾ അന്ന് എനിക്ക് ദൈവം തന്ന ഒരു ബോധ്യം ഇതാണ്. എന്റെ പ്രശ്നം അതെന്റെ സാഹചര്യങ്ങളല്ല, എന്റെ ചുറ്റിനുമുള്ള വ്യക്തികളല്ല. എന്റെ പ്രശ്നം ഞാൻ തന്നെ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് എന്റെ പ്രശ്നം എന്ന് എന്റെ കണ്ണ് തുറന്നു. You would not figure this out if you see me that time. This is all I'm talking about. This is all internal attitudes. നിങ്ങൾക്ക് എന്നെ ബാഹ്യമായിട്ട് നോക്കിയാൽ ഈ കാര്യങ്ങളൊക്കെ എന്നിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. പക്ഷെ ആന്തരികമായിട്ട് എന്റെ ഹൃദയത്തിൽ നടന്ന കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. So this was the question, the third question shook me to the core and tipped me to the next phase of life. എന്നെ മൂന്നാമത് വീണ്ടും ഈ ചോദ്യം എന്നെ ആഴത്തിൽ പിടിച്ചു കുലുക്കുകയും എന്റെ ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയും ചെയ്തു. I'm only talking about maybe 7-8 years of the last 6-7 years of my life. ഞാൻ എന്റെ കഴിഞ്ഞ ജീവിതത്തിലെ കഴിഞ്ഞ 6-7 വർഷങ്ങൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. So this is a phase that I started experiencing a little bit of the abundant life. ഈ സമയത്താണ് ഈ ഒരു സമൃദ്ധിയായ ജീവൻ അല്പാൽപം ഞാൻ അനുഭവിക്കുവാനായിട്ട് തുടങ്ങിയത്. So the excitement factors in this phase is this, like number one, it's the new covenant truths are becoming life, just like Brother Santosh was talking about that earlier. പ്രാരംഭത്തിൽ നാം ചിന്തിച്ചതുപോലെ ഈ ഒരു ഘട്ടത്തിലാണ് പുതിയ നിയമ സത്യങ്ങൾ എന്റെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായി തുടങ്ങിയത്. So I am also more interested in having the abundant life than talking about it. എന്റെ ജീവിതത്തിൽ എനിക്ക് സമൃദ്ധിയായ ജീവൻ വ്യക്തിപരമായിട്ട് അനുഭവിക്കണം എന്നുള്ളതിലേക്ക് എന്റെ ഊന്നൽ മാറി. എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന താല്പര്യത്തിൽ നിന്നും അതെന്റെ ജീവിതത്തിൽ അനുഭവിക്കണം എന്നുള്ള ഒരു ഊന്നൽ എനിക്ക് ഉണ്ടായി. And this is an ongoing process. I'm not talking about like an overnight thing. This is still happening. The phase 3 is still happening in my life. ഈ മൂന്നാമത്തെ ഘട്ടം അത് ഒരു നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. അത് ഇപ്പോഴും എന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. And I think all of us are familiar with those scriptures that I put it there. The process of getting off from that throne. John 3:30 says, I must decrease, he must increase. ഞാനോ കുറയണം, അവനോ വളരണം എന്ന യോഹന്നാൻ 3:30 ആ വാക്യം നിങ്ങൾക്ക് അറിയാമല്ലോ. And Matthew 16:24 says, if anyone wants to be my disciple, he must deny himself, take up the cross and follow me. ഒരുവൻ എന്നെ ശിഷ്യനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം എന്ന് മത്തായി
16:24 നാം വായിക്കുന്നു. In John 12:24, it says that unless a kernel of wheat falls to the ground and die, it will remain alone. But if it falls to the ground and die, it will bear much fruit. മത്തായി യോഹന്നാൻ 12:24 നാം വായിക്കുന്നു. അവിടെ കർത്താവ് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കൊടുക്കും. In 2 Corinthians 4:10, Paul says that we carry the death of Jesus in our body so that life of Christ may be manifested in us. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ 4:10 നാം വായിക്കുന്നത്, ക്രിസ്തുവിന്റെ മരണം ഞങ്ങൾ എപ്പോഴും ശരീരത്തിൽ വഹിക്കുന്നു, അതുകൊണ്ട് ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളിലൂടെ പുറത്തേക്ക് വരും. And then finally Mark 10:45 says, Son of Man did not come to be served, but to serve and to give his life as a ransom for many. മനുഷ്യപുത്രൻ അവൻ ശുശ്രൂഷിപ്പാനല്ല, ശുശ്രൂഷ ഏൽപ്പാനല്ല, ശുശ്രൂഷ ചെയ്യുവാനും തന്റെ ജീവനെ യാഗമായിട്ട് അർപ്പിക്കുവാനും ആണ് വന്നത് എന്ന് നാം അവിടെ മർക്കോസ് 10:45 ഞാൻ വായിക്കാം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത് എന്ന് നാം വായിക്കും. So that was so true. In my life, it was more about, I never seen that scripture, that Mark 10:45 like that. You know, I remember whenever I demanded things from my wife and children and from other people, I am becoming like a king who sits on the throne, that I'm demanding everyone to serve me. അപ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ബോധ്യമുണ്ടായത്. ഞാൻ എപ്പോഴും എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ മക്കൾ അവരെല്ലാം എന്നെ സേവിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്ക് ഉണ്ടാകുമ്പോൾ, ഞാൻ അവിടെ ഒരു സിംഹാസനത്തിൽ ഇരുന്ന് ഞാൻ രാജാവായിട്ട് അവരെല്ലാം എന്നെ സേവിക്കണം എന്ന് പറയുന്ന ഒരു മനോഭാവത്തോടുകൂടിയാണ് ഞാൻ ഒരു ദാസനാവുകയല്ല ചെയ്യുന്നത്. So coming back to our check illustration, you remember Gemini gave me the check, right? So instead of putting in framing it, like I started looking at, okay, I need to endorse it. But even if I sign it, that's not enough. അപ്പൊ ഞാൻ നേരത്തെ ആ ചെക്കിന്റെ ഉദാഹരണം പറഞ്ഞല്ലോ. എനിക്ക് ജെമിനി ഒരു ചെക്ക് തന്ന് ആ ചെക്കിൽ ഞാൻ ഒപ്പിടണം, അല്ലെങ്കിൽ ഞാൻ അത് അംഗീകരിക്കണം, എന്റെ പേരെഴുതണം, അത് മാത്രം പോരാ. So if I really want to experience that 1 lakh rupees, I have to endorse it, and then I have to go to the bank and cash it out. ഞാനത് ഒപ്പിട്ട ശേഷം ഞാനത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് അവിടെ നിന്ന് പണം വാങ്ങണം. But that takes some effort. പക്ഷെ അതിന് കുറച്ച് അധ്വാനം ഉണ്ട്. You know, my life was more like, you know, I signed it, where is the money? എനിക്ക് എന്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഒപ്പിട്ട് കഴിഞ്ഞാ പൈസ എവിടെ, ഒപ്പിട്ടാ പോരെ എന്നുള്ള ചിന്തയായിരുന്നു. So this is the action of faith, right? When Paul says we walk by faith, or when James says like, where is, you say you have faith, where is the work, like, or the action of faith? ഇതിനെ നമുക്ക് വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് നമുക്ക് പറയാം. ഞങ്ങൾ വിശ്വാസത്താൽ നടക്കുന്നു എന്ന് പൗലോസ് പറയുന്നത് പോലെ, അല്ലെങ്കിൽ യാക്കോബിന്റെ ലേഖനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷേ നിങ്ങളുടെ പ്രവൃത്തി എവിടെ, വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ എവിടെ എന്ന് യാക്കോബ് അപ്പോസ്തലൻ ചോദിക്കുന്നത് പോലെ. So if you look at the temple illustration, remember where I moved from the Gentile court to the holy place. Now I realize that there is something more than the holy place. That's the most holy place. പ്രാകാരത്തിൽ നിന്ന് ഞാൻ ഇപ്പോൾ വിശുദ്ധ സ്ഥലത്തേക്ക് എന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ കടന്നു വന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് ബോധ്യമാകുന്നു, അവിടെ വിശുദ്ധ സ്ഥലം മാത്രമല്ല, വിശുദ്ധ സ്ഥലത്തിന്റെയും അപ്പുറത്ത് അതിവിശുദ്ധ സ്ഥലം എന്ന ഒരു ഇടമുണ്ട്. But there is something that separates the holy place from the most holy place. ഈ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്ന ഒരു കാര്യമുണ്ട്. So in order to be in the most holy place, I must go through that veil. ഈ ഒരു അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഞാൻ എത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് ഞാൻ പോകണം. So that is a work in the sense that, you know, that's why in Hebrews 10 verse 19 and 20 it said Jesus did it, right? He went through the veil. The veil was his flesh, his will. അവിടെ ആ ഒരു തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് നാം പോവുക എന്ന് പറയുമ്പോൾ അതിനകത്ത് അവിടെ ഒരു പ്രവൃത്തിയുണ്ട്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19-ലും 20-ലും നാം വായിക്കുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനത്തിന് ധൈര്യവും നമുക്ക് അങ്ങനെ നാം ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നാം പ്രവേശിക്കണം എന്ന് നാം അവിടെ വായിക്കും. So dear brothers and sisters, I was more keen on staying at that holy place and telling everyone in the Gentile court that you guys need to come here. That was my desire and life for so many years.
എന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ ഈ സത്യങ്ങൾ അറിഞ്ഞ ശേഷവും അനേക വർഷം എന്റെ കാഴ്ചപ്പാട് ഇങ്ങനെയായിരുന്നു. ഈ വിശുദ്ധ സ്ഥലത്ത് നിന്നിട്ട് പ്രാകാരത്തിലുള്ളവരെ നോക്കി, നിങ്ങൾ ഇവിടെ ഈ സത്യങ്ങൾ നിങ്ങൾക്കും അറിയണം എന്ന് പറഞ്ഞ് അവരെ ഈ പ്രാകാരത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തേക്ക് വിളിക്കുക. So God's desire for each one of us is to stay in that most holy place. എന്നാൽ ഈ വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഈ തിരശ്ശീലയ്ക്ക് അപ്പുറത്തുള്ള അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോവുകയും ആ അതിവിശുദ്ധ സ്ഥലത്ത് നാം നിലനിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള താല്പര്യം. Unfortunately, no preachers, Brother Zach or any CFC elders, none of us can help any of us with that process. ഈ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് നാം കടന്നു ചെല്ലുന്ന ആ ഒരു ജീവൻ, അതിവിശുദ്ധ സ്ഥലത്തെ ജീവൻ നാം അനുഭവിക്കുന്നതിന് ഒരു ദൈവദാസനും ഒരു പ്രസംഗകനും സാക് ബെർനോയ് സഭയിലുള്ള എൽഡേഴ്സിനോ ആർക്കും നിങ്ങളെ സഹായിക്കുവാനായിട്ട് കഴിയുകയില്ല. And this is a danger that I'm facing. I'm talking about, I am a CFC believer, that all of us CFC believers, that this is a danger that we all face. We love to stay in that holy place and talk about the most holy place, but reluctant to go into the most holy place. നാം ഈ CFC സഭയിലുള്ള വിശ്വാസികൾക്കെല്ലാം ഉണ്ടാകാവുന്ന ഒരു അപകടമാണ് ഈ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുകയും വിശുദ്ധ സ്ഥലത്ത് ഈ സത്യങ്ങൾ ഇത് നല്ലതാണ് എന്ന് മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ ഇങ്ങോട്ട് വിളിക്കുകയും ചെയ്യുക. പക്ഷേ അതിവിശുദ്ധ സ്ഥലത്ത് ഈ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയും വ്യക്തിപരമായിട്ട് നാം ഇത് അനുഭവിക്കുന്ന ആ ഇടത്തേക്ക് നാം എത്താതിരിക്കുക. So another thing was like from this experience what I learned is like never blame when I fail. Never blame the 4 things that God taught me. അന്ന് എന്നെ ദൈവം പഠിപ്പിച്ചത്, പരാജയപ്പെടുന്ന സമയത്ത് ഒരിക്കലും മറ്റുള്ളവരെ ഈ 4 കാര്യങ്ങളെ പഴി പറയരുത്. പരാജയപ്പെടുമ്പോൾ ഈ 4 കാര്യങ്ങളെ പഴി പറയരുത്. The first one is God. We often say this, well, God didn't give me enough grace, that's why I fail. പലപ്പോഴും ചിലപ്പോൾ നമ്മൾ പറയും, ദൈവം എനിക്ക് ആ സാഹചര്യത്തിൽ കൃപ തന്നില്ല, അതുകൊണ്ടാണ് ഞാൻ തോറ്റുപോയത്, തെറ്റിപ്പോയതെന്ന് പറഞ്ഞ് ദൈവത്തെ പഴിക്കും. Yeah, just like Adam did, you all know that. ആദാം ചെയ്തതുപോലെ നിങ്ങൾക്കറിയാമല്ലോ. The second thing is people, right? In my life, I was kind of telling God that it's because of the people around me, that's what I'm not experiencing the abundant life. എന്റെ ജീവിതത്തിൽ ഈ സമൃദ്ധിയായ ജീവൻ ഞാൻ എനിക്ക് അനുഭവിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്റെ ചുറ്റിനുമുള്ള ആളുകളാണ്. ഇവരിങ്ങനെ പെരുമാറുന്നത് കൊണ്ടാണ് ആളുകളെ പഴിക്കുക. Or circumstances, like I'm going through some very difficult circumstances, and because of those circumstances I can't experience the abundant life. അല്ലെങ്കിൽ സാഹചര്യങ്ങളെ പഴിക്കുക. ഇപ്പൊ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഈ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ അനുഭവേദ്യമാകാത്തത് എന്ന് പറഞ്ഞ് സാഹചര്യങ്ങളെ പഴിക്കുക. Anytime I say something like this, well, if anyone in my place would do the same thing, what I am indirectly saying is like circumstances made me do it. നമ്മൾ ചിലപ്പോ എപ്പോഴെങ്കിലും ഇങ്ങനെ പറയുകയാണ്, നമ്മൾ ചെയ്ത ഒരു തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് ഇത്രയും സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ ഇത് ആരും അങ്ങനെ ചെയ്തു പോകും എന്ന് പറയുമ്പോൾ നമ്മൾ സാഹചര്യത്തെ പഴിക്കുകയാണ്. And the fourth one is the devil made me do it. അല്ലെങ്കിൽ 4ാമത് പിശാചിനെ പഴി പറയാം, അത് പിശാചാണ് എന്നെ അങ്ങനെ ചെയ്യിപ്പിച്ചത്. So through this experience I've learned that I never should blame any of these 4 things when I fail. ഞാൻ പരാജയപ്പെടുമ്പോൾ ഞാൻ ദൈവത്തെയോ സാഹചര്യങ്ങളെയോ വ്യക്തികളെയോ പിശാചിനെയോ ഞാൻ പഴിക്കാതെ, instead I should repent immediately, take the blame on myself. Lord, I am so sorry. Just like in 1 John 1:9 says, if you confess your sin, he's able to justify you from all unrighteousness. അതിന് മറ്റുള്ളവരെ പഴിക്കുന്നതിന് പകരം പഴി നാം തന്നെ ഏറ്റെടുത്ത് അത് എന്റെ തെറ്റുകൊണ്ടാണ്, ഞാനാണ് അതിന് കാരണക്കാരൻ എന്ന് പറഞ്ഞ് അനുതാപത്തോടെ 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ആ കുറ്റം ഞാൻ ഏറ്റെടുത്ത് നാം മനസ്സാന്തരപ്പെടണം. അതാണ് ചെയ്യേണ്ടത്. Or just like in Hebrews 4:7 it says, if you hear his voice today, do not harden your heart. Dear brothers and sisters, that every one of us, it doesn't matter how much you fail, but today there is a hope. If we do not harden our heart, there is a chance for us to start our life today. ഇന്ന് പ്രിയ സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന നിങ്ങളോടും ഈ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് ഉള്ള ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കാതെ ദൈവത്തിന് മുമ്പാകെ കുറ്റത്തെ ഏറ്റെടുത്ത് ഞാനാണ് കാരണക്കാരൻ എന്ന് പറഞ്ഞ അനുതാപത്തോടെ ദൈവത്തിന് മുമ്പാകെ ചെല്ലുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. So I'm not sure about the next
questions that, what is in my face. I'm ready for whatever it is. So I don't know, but I'm in the third phase right now. എന്റെ ജീവിതത്തിൽ ഇനി ദൈവം ചോദിക്കാൻ പോകുന്ന അടുത്ത ചോദ്യം എന്താണ് എന്ന് എനിക്കറിയില്ല. എന്നാൽ എന്റെ ജീവിതത്തിന്റെ ഈ മൂന്നാമത്തെ ഘട്ടത്തിലൂടെയാണ് ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് എനിക്കറിയാം. So in summary, I want to challenge every one of us, especially the young people here today, that are you truly born again? If you're not born again, what is preventing you from being born again? ഇന്ന് ഇവിടെയുള്ള എന്നെ കേൾക്കുന്ന പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചതാണോ? നിങ്ങൾ വീണ്ടും ജനിച്ചതല്ല എങ്കിൽ നിങ്ങളെ അതിന് തടയുന്ന കാര്യങ്ങൾ എന്താണ്? And the second thing is, do you understand the new covenant truth? If not, are you willing to invest time and effort to understand those truths? രണ്ടാമതായിട്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പുതിയ നിയമ സത്യങ്ങളെ നിങ്ങൾക്ക് അറിയാമോ? ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഈ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ അതിനുവേണ്ടി സമയവും അതിനുവേണ്ടി അധ്വാനവും ചെലവഴിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? And many of the young people here are growing up in CFC churches. Sometimes we have like, oh, well, I know this, like that. You devalue this truth, but we must value this truth. ഇവിടെ ഈ സഭയിൽ തന്നെ വളർന്നു വന്ന ചെറുപ്പക്കാർ പലപ്പോൾ ചിന്തിക്കും, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം എന്നുള്ള ഒരു മനോഭാവത്തിൽ ഈ സത്യങ്ങളെ നാം അവഗണിക്കുവാനുള്ള സാധ്യതയുണ്ട്. And the third thing is, like, if you are already valuing this new covenant truths, are these truths becoming life in you? ഈ പുതിയ നിയമ സത്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഈ പുതിയ നിയമ സത്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവമായി നിങ്ങൾക്ക് മാറുന്നുണ്ടോ? If not, the only reason is this, that I am not willing to die to my own will. ഇത് എന്റെ ജീവിതത്തിൽ അനുഭവമാകുന്നില്ല എങ്കിൽ അതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ. ആ കാരണം ഇതാണ്, ഞാൻ എന്റെ സ്വന്തം ഹിതത്തിന്, എന്റെ സ്വന്തം ഇഷ്ടത്തിന് മരിക്കുവാൻ ഞാൻ തയ്യാറാകുന്നില്ല എന്നതാണ്. And if I am willing to fall to the ground and die, what I am doing is I'm giving space for the Holy Spirit to produce that abundant life in me. ഞാൻ നിലത്ത് വീണ് ആ ഗോതമ്പ് മണിയെ പോലെ ചാകുവാൻ, എന്റെ ഇഷ്ടത്തെ വേണ്ട എന്ന് വെക്കുവാൻ ഞാൻ തയ്യാറാകുമ്പോൾ ഞാൻ എന്റെ ഉള്ളിൽ ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. I hope and pray that all of us will take it to our heart. We will be keen on experiencing this abundant life in our life. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈ സമൃദ്ധിയായ ജീവൻ അതൊരു യാഥാർത്ഥ്യമായി തീരണം എന്നുള്ള ആഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുകയും ഈ കാര്യത്തെ വളരെ ഗൗരവമായിട്ട് എടുക്കുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. May the Lord really bless us. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.